26/4/25 ശനിയാഴ്ച എടവണ്ണ മലപ്പുറം യൂത്ത് തൃശൂർ കുറുക്കഞ്ചേരി ഹാപ്പി വില്ലേജ് സന്ദർശിക്കാൻ എത്തിച്ചേർന്നു. സാംസ്കാരിക വൈവിധ്യങ്ങളെ ആഘോഷമാക്കാമെന്നതായിരുന്നു തീം. ഞങ്ങൾ ഇതിനെ ഈ രണ്ട് ഗ്രൂപ്പും തമ്മിലുള്ള സമന്വയം എന്ന് പേരിട്ടു. എത്തിച്ചേർന്ന എല്ലാവരെയും പൂ കൊടുത്തു സ്വീകരിച്ചു. സ്വയം അഭിമാനം തോന്നുന്ന കാര്യങ്ങൾ പരസ്പരം പരിചയപ്പെടുത്തി. എന്റെ ദിവസങ്ങൾ ഞാൻ പൂർണ്ണമായും ജീവിക്കട്ടെ. അല്ല ആരും പറഞ്ഞില്ല. എന്നാ തുറന്ന് കാണട്ടെ ഞങ്ങള്. കയ്യേറി പല കൊലക്കൊണ്ടന്മാരും അത് കയ്യേറ്റി തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങളും നടത്തി. പക്ഷെ വിജയിച്ചില്ല. അവസാനം നമ്മുടെ രോഹിത ടീച്ചറാണ് അതിൽ എല്ലാവരും കൂടി തിരിച്ചെടുത്ത് ആ ഹോസ്പിറ്റലിലെ കോമ്പൗണ്ട് കെട്ടി അതിനെ പ്രൊസീഡ് ചെയ്തത് നമ്മുടെ ടീച്ചറാണ്. ടീച്ചറുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായി ടീച്ചർ എപ്പോഴും ഓർക്കും. ഞാനും ഈ ടീച്ചർ എന്തുകൊണ്ട് ഇപ്പോഴും ഇങ്ങനെ ഈ പ്രായത്തിലും ഹോങ്കോങ്ങിൽ പോകുന്നു, ഡാൻസ് കളിക്കുന്നു, ഒക്കെ ചെയ്യുന്നു, ആ ഒരു വീര്യം ഇപ്പോഴും നിലനിർത്തുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമസ്ഥൻ കൂടിയാണ് നമ്മുടെ പ്രഭാത ടീച്ചർ. എനിക്ക് പ്രഭാത ടീച്ചർ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പഠിക്കാൻ പറയാൻ പോകുന്നത്. സംഘടനയുടെ ബ്രാഞ്ചായിട്ടുള്ള യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജ് MGU3A ഭാഗമായിക്കൊണ്ട് എടവണ്ണയിൽ നിന്നും 10 യൂണിറ്റ് അംഗങ്ങൾ കുറുകഞ്ചേരി യൂണിറ്റ് എന്നെ ടീച്ചറിൽ ഏറ്റവും ആകർഷിച്ച ഒരു വാക്കുണ്ട്, അത് ആദരവ് എന്നാണ്. കാരണം ഞാൻ ജീവിതത്തിൽ എല്ലാ സമയത്തും ഈ ആദരവിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ജയവാർച്ചന, മാധവേട്ടൻ ഒരു വലിയ ചാക്ക് നിറയെ മാങ്ങ, ശോഭന കോവക്കായ, മാങ്ങ, മേഴ്സി ടീച്ചർ പൊട്ടുകടല, മാങ്ങ, മാധവേട്ടൻ തണ്ണിമത്തൻ. ഞങ്ങൾ 3 ഗ്രൂപ്പുകളായി തിരിഞ്ഞു. വേർഡ് ഗെയിം, സെൻറ്റൻസ് മേക്കിംഗ്, സൗഹൃദത്തെ സംബന്ധിച്ചിട്ടുള്ള വാക്യങ്ങളുണ്ടാക്കൽ, ഫോട്ടോ വായിച്ചെടുക്കൽ, ഇവ സൗഹൃദം ഊട്ടി ഉറപ്പിച്ചു. ശ്രദ്ധിച്ചോ? എവിടെ 3 പേര് കെട്ടിപ്പിടിച്ച് ചിരിക്കുകയാണ്. എല്ലാവരും നോക്കിയോട്ടോ, കണ്ടോ? അടുത്ത ചിത്രം എല്ലാവരും ശ്രദ്ധിക്കട്ടോ. ഇതാണ് ചിത്രം. നല്ല സൗഹൃദങ്ങൾക്ക് ലിംഗഭേദമില്ല. അഭിനന്ദിക്കുന്നു, സ്നേഹാന്വേഷണം നടത്തുന്നു. പിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോ, എന്താ നിനക്ക് സങ്കടം, നീ എന്താണ് ചിരിക്കാത്തത്. അപ്പൊ മറ്റൊരാൾ കൂട്ടുകാരനെ കാണുമ്പോൾ ആശ്ചര്യത്തോടെ നോക്കുന്നു. സായിപ്പ്, ഒരു കുട്ടി നീഗ്രോ. സന്തോഷത്തോടു കൂടി മധുരം പങ്കിടുന്നു. പിന്നെ 3 ഫ്ലേവറുള്ള ഐസ്ക്രീം കണ്ടപ്പോൾ അത്ഭുതം തോന്നി നിൽക്കുന്നു. പിന്നെ ഒരാളോട് ചോദിക്കുന്നു, ഐസ്ക്രീം മാത്രമേ ഉള്ളൂ. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായി ഞങ്ങൾക്ക് റോൾ പ്ലേ ചെയ്യാനുള്ള തീമുകൾ നൽകപ്പെട്ടു. ആ തീമുകളെക്കുറിച്ച് ഒരു ഗംഭീര ഡിസ്കഷൻ തന്നെ 10 മിനിറ്റോളം നടന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം അത് അവതരിപ്പിക്കപ്പെട്ടു.
ഒന്നുകൂടി വർദ്ധിച്ചതായിട്ട് തോന്നും. നമ്മളുടെ ഈ ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. എന്താവാം സ്വന്തം അഭിനയിച്ചപ്പോൾ എന്ത് തോന്നി അങ്ങനെ പറയാം. ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുമ്പോഴത്തെ ആ വിമുഖതയുടെ കൂട്ടത്തിലാകുമ്പോൾ നമുക്കത് ഇല്ലാതെയാകാൻ ഒറ്റയ്ക്ക്. നമ്മളിപ്പോൾ ചില ആളുകളെ പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് എവിടെയെങ്കിലും ഇതുപോലെ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഭയം അവരെ കീഴടക്കിയാൽ അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ആദ്യം തന്നെ ഞാൻ ഈ ടീമിന് ഒരു പ്രത്യേക അഭിനന്ദനം. മടിയന്മാര് ചെല്ലുമ്പോൾ മഴയും മഞ്ഞുനന്നൊക്കെ മടിയന്മാര് ചെല്ലുമ്പോൾ മധുകൊണ്ട് ഞാനെന്തോ മരത്തിൻ പൊത്തിലെത്തുന്നു. നല്ല വേദനയുണ്ട്. പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ. ഡോക്ടർ 2 മാസം റെസ്റ്റ് പതിക്കുക. അപ്പോൾ ടീച്ചറെ എനിക്ക് വരാൻ പറ്റില്ല കേട്ടോ. 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ വരുള്ളൂ. അപ്പൊ ഞങ്ങൾ പറയാട്ടോ നമുക്ക് എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കട്ടെ. ഞങ്ങളൊരു ചെറിയൊരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. സന്തോഷത്തോട് കൂടി വെറുതെ ഇരിക്കല്ലേ, എപ്പോഴും നേരം പോക്കിനൊന്ന് കുറച്ചോളൂട്ടാ. ശരിട്ടാ, പിന്നെ നമുക്ക് ശരി വരുമ്പോ കാണാട്ടാ. അറ്റൻഡൻസ് വിളിക്കാം. അബ്ദുൽ മജീദ്, കോമളം. ആ, കോമളം വന്നോ? ഓ, ഓക്കെ. എന്താ സന്തോഷമായെന്ന് അറിയോ? ഇന്ന് കോമളം വന്നപ്പോഴേ ഞങ്ങൾക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. ഇത്ര ദിവസവും നമുക്ക് കോമളത്തിന്റെ വല്ലാതെ മിസ് ചെയ്തിരുന്നു. എന്നാ കോമളം നല്ല മിടുക്കിയാണ്, എല്ലാവരോടും നല്ല സ്നേഹമാണ്. ആരും കാര്യമായ പ്രശ്നമൊന്നുമില്ല. സംസാരിക്കാനൊക്കെ കഴിയുന്നുണ്ട്, ഓർമ്മയുണ്ട്. അപ്പൊ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ കണ്ണ് തുറന്നോളൂ, കണ്ണ് തുറന്നോളൂ. കണ്ടോ, ഞങ്ങളൊക്കെ ഞാൻ 3 ഭാഷ ഇടപെട്ടെന്നാ. ഡോക്ടർ മാധവൻ. നരേന്ദ്രമോദിയാണോ? അല്ലല്ല, ഡ്യൂപ്ലിക്കേറ്റ് മോദി. ഞാൻ കമ്പൗണ്ടർ ദേവരാജൻ. ദേവരാജൻ പാട്ടുകാരനാ? ഇതാരാ ഇതാരാ റീത്തയാണ് നിങ്ങൾക്ക് കാര്യമായിട്ട് മരുന്നൊക്കെ തന്നത്. അത് ശരി. റീത്ത. ഓക്കെ ഓക്കെ. ഇതാരാ? സുബൈദ ടീച്ചർ. സുബൈദ ടീച്ചർ. ഇത് ആണോ? അയ്യോ, താങ്ക് യു. എന്റെ ജീവൻ രക്ഷിച്ചതിന്. അതെല്ലാം കൂടെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചു, ദൈവമേ ഇത് തലചുറ്റി പോയി. എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് കണ്ടു കഴിഞ്ഞാൽ അവിടെ കാഴ്ചക്കാരായി നിൽക്കുന്നവരാണ്
ഇന്നത്തെ കുറേ ശില്പശാല നടത്തിയെങ്കിലും ഇന്നത്തെ ശില്പശാല ഒരു അനുഭവം തന്നെയായിരുന്നു. അപ്പൊ അതിന്റെ പേരില് എടവണ്ണ യൂണിറ്റിലെ ദേവദാസ് എന്ന ശില്പി ഉണ്ടാക്കിയ മാനിൻ്റെ ശില്പം ഞങ്ങൾക്ക് സ്നേഹസമ്മാനമായി നൽകി എടവണ്ണ യൂണിറ്റ് യാത്ര പറയുമ്പോഴേക്കും ഞങ്ങൾക്ക് അവരെ ഇനിയും കാണണമെന്ന ആഗ്രഹം ജനിച്ചു കഴിഞ്ഞിരുന്നു. അതിനുശേഷം ഞങ്ങൾ വെങ്ങണിശ്ശേരി അയ്യുന്നിലേക്ക് പോയി. എടവണ്ണ ഗ്രൂപ്പിനെ തൃശ്ശൂർ നഗരം കാട്ടിക്കൊടുത്തു. അതിനുശേഷം അവിടെ വെച്ച് ഞങ്ങൾ അനുഭവങ്ങൾ പങ്കുവച്ചു. മനസ്സിലിങ്ങനെ മുന്നേ നടക്കുന്ന ഒരു സ്വപ്നമാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ആയിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങി തുടങ്ങിയിട്ട് അതിൻ്റെ അവസാനമാണ് നിമിഷങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ യൂത്രിയുമായിട്ടുള്ള ഈ പരിപാടികൾക്കൊക്കെ എൻ്റെ ഭാര്യയും കൂടെ കൊണ്ടുവരാറുണ്ട്. കാരണം എന്താണ് യൂത്രിയായി നടക്കുന്നത്, എന്താണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളത് എൻ്റെ പങ്കാളി എന്നുള്ള നിലക്ക് അവളും കൂടി അറിയേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. കാരണം ഇത് എന്ന് പറയുന്നത്, യൂത്രി എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു മേഖലയിലും എടുത്തു പറയാവുന്ന ഒരു കൂട്ടായ്മയാണ്. രാഷ്ട്രീയത്തിൻ്റെതാണെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ പലരും പല രാഷ്ട്രീയക്കാരാണ്, അതെനിക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ വേറെ മതത്തിൻ്റെ കാര്യമുണ്ടെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ പലരും പല മതത്തിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിലെനിക്ക് മതത്തിൻ്റെ കാര്യങ്ങൾ പറയാൻ കഴിയില്ല. പക്ഷേ യൂത്രിയുടെ കാര്യം എനിക്ക് എൻ്റെ ഏത് സുഹൃത്തുക്കളുടെ മുന്നിലും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതാണ് ഞാൻ യൂത്രിയെ കാണുന്നത്. പിന്നെ ഇവിടെ വരുമ്പോൾ ഞാൻ പഞ്ചമിയുടെ തോണിയിലെ പങ്കായ